நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇടവിടാതോർക്കുന്നോർ ഉള്ളത്തിലുള്ളോനെ, ദൂരസ്ഥൻ ചേവകൻ അഴകഴും പെരുന്തുറമേവുന്നോൻ, മറപ്പൊരുൾ പാതിമെയ് മാതിനും മേകിയോൻ, നായ്ക്കൊത്ത നമ്മളെ കൈക്കൊണ്ട നായകൻ, തായ്ക്കൊത്ത തത്വപ്പൊരുളായി ഏഴുലകങ്ങളുമായി നിന്നാളുന്നോൻ എന്നു നാം അമ്മാനപ്പാട്ടുകൾ പാടിയിടാം. അമ്മാനപ്പാട്ടുകൾ പാടി നമുക്ക് ശിവനെ സ്തുതിക്കാം. അങ്ങനെ ശിവൻ പ്രീതനായി നമുക്ക് മോക്ഷം നൽകും എന്നാണ് ഇവിടെ മാണിക്യവാചകർ ഈ പാടലിൽ പാടുന്നത്. നോക്കൂ, ഇടവിടാതോർക്കുന്നോർക്ക് ഉള്ളത്തിലുള്ളോനെ, എപ്പോഴും ശിവനെ സ്മരിക്കുന്നവർക്ക് അവിടെ ഉള്ളത്തിൽ ശിവൻ വാഴും. അപ്പോൾ ഏത് നിമിഷവും ശിവനെ നിരന്തരമായി സ്മരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഉള്ളത്തിൽ ശിവൻ എപ്പോഴും കുടികൊള്ളും. ഒരിക്കലും ആ സാധകനെ അല്ലെങ്കിൽ ആ ഭക്തനെ ശിവൻ വിട്ടുപോകില്ല. ശിവ എന്ന രണ്ട് ആ ബീജാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ തന്നെ ശിവൻ നമ്മുടെ ഹൃദയവാസിയായി പ്രീതനായി നമുക്ക് എല്ലാ അനുഗ്രഹം തരും. അത്രയ്ക്ക് ശക്തമാണ് ശിവ എന്നീ രണ്ട് ശിവാക്ഷരങ്ങൾ. അപ്പോൾ ശിവാക്ഷരങ്ങൾ ജപിച്ചുകൊണ്ട് എപ്പോഴും ശിവനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധകനെ ഒരു കാലത്തും ശിവൻ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകില്ല. ഹൃദയവാസിയായി എപ്പോഴും ശിവൻ ആ സാധകൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതേസമയം ശിവനെ സ്മരിക്കാത്തവർക്ക് ദൂരസ്ഥൻ, എപ്പോഴും ദൂരെയായിരിക്കും. അപ്പോൾ ശിവഭക്തി ഇല്ലാത്തവർക്ക് ഒരിക്കലും ശിവൻ അടുത്ത് വരില്ല, ഹൃദയവാസിയാകില്ല. എപ്പോഴും ദൂരെ മാറി പോകും. അപ്പോൾ ശിവഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ശിവനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിയുള്ളൂ. പിന്നെ ശിവൻ എങ്ങനെയുള്ളവനാണ്? സേവകൻ. സേവകൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീര്യവാൻ, സേവ ചെയ്യുന്നവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക്, ഭക്തർക്ക് വേണ്ടി എന്ത് സേവയും ചെയ്യാൻ ശിവൻ എപ്പോഴും തയ്യാറാകും. അതേപോലെ വീര്യവാനാണ് അദ്ദേഹം. അഴകഴും പെരുന്തുറമേവുന്നോൻ, അഴകഴുന്ന പെരുന്തുറയിലെ ആ ശിവക്ഷേത്രത്തിൽ ശിവൻ എപ്പോഴും സന്നിധാനം ചെയ്യുന്നു. മറപ്പൊരുൾ, വേദങ്ങളുടെ പൊരുളാണ് ശിവൻ. പാതിമെയ് മാതിനും മേകിയോൻ, പാർവതീദേവിക്ക് പാതിമെയ്യ് നൽകിയവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ നായ്ക്കൊത്ത നമ്മളെ കൈക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ ഇതാ വന്നിരിക്കുന്നു. തായ്ക്കൊത്ത തത്വപ്പൊരുളായി 7 ലോകങ്ങളും ആയി നിന്നരുളുന്നോൻ. 7 ലോകങ്ങളിൽ വസിക്കുന്ന അമ്മയുടെ മഹാസ്നേഹം നമ്മിലേക്ക് പകർന്നു തരുന്ന, അത്രയേറെ ശ്രദ്ധയോടുകൂടി ഒരമ്മ എപ്രകാരമാണോ കുഞ്ഞിനെ എത്രമേൽ സ്നേഹിക്കുകയും പരിലാളിക്കുകയും പരിപോഷിപ്പിക്കുകയും അതുപോലെ സംരക്ഷിക്കുകയും ചെയ്യുന്നത്, അതേപോലെ ശിവൻ നമ്മെ സ്നേഹിച്ച് സംരക്ഷിച്ച് പരിപോഷിപ്പിച്ച് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. കാരണം 7 ലോകങ്ങളുമായി നിന്നരുളുന്നവനാണ് അദ്ദേഹം ഈ ഭൂമിയിൽ മാത്രമല്ല 7 ലോകങ്ങളിലും ഒരുമിച്ച് ശിവൻ വസിക്കുന്നു. ഈ 7 ലോകങ്ങളും ശിവൻ്റെ അധീനത്തിൽ ഉള്ള സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള പെരുമാൻ്റെ മഹിമയെ നമുക്ക് വീണ്ടും വാഴ്ത്തിപ്പാടാമെന്നാണ് ഇവിടെ മാണിക്യവാചകർ ഈ പാടലിൽ വിശദമാക്കുന്നത്. നമുക്ക് അടുത്ത
പാട്ടിലേക്ക് കിടക്കാം. പണ്ണുകൾ ചേർത്ത് പാട്ട് പാടി പടച്ചിടുന്നവനാം പെണ്ണിന് മെയ്യെ ഒരു ഭാഗം കൊടുത്തോരീശൻ വിണ്ണോളം പുകളാർന്നോൻ വിയൻ മണ്ഡലം വാണോൻ കണ്ണ് നെറ്റിയിലുള്ളൊരീശ്വരൻ മധുരയിൽ പുട്ടിന് മൺ ചുമന്ന് മന്നൻ്റെ തല്ലുകൊണ്ട് പുണ്ണായി പൊന്മേനിയെന്നമ്മാനപ്പാട്ട് പാടാം. നമുക്ക് വീണ്ടും വീണ്ടും ശിവനെ സ്തുതിക്കാം. പണ്ണുകൾ ചേർത്ത് പാട്ട് പടച്ചിടുന്നവനാം പെണ്ണിന് മെയ്യിലൊരു ഭാഗം കൊടുത്തൊരീശൻ. പണ്ണുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരം തമിഴ് രാഗങ്ങളാണ്. ഈണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള രാഗങ്ങളെയാണ് പൺരാഗം എന്ന് വിളിക്കുന്നത്. ആ പൺരാഗങ്ങൾ ചേർത്ത് പാട്ട് പടച്ചവനാണ് ശിവൻ. അതായത് ശിവൻ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണ് തേവാരങ്ങൾ മുഴുവനും. അത് ശരിക്കും അതത് കവികളുടെ അപ്പരുടെയോ അതേപോലെ തന്നെ മറ്റുള്ളവരുടെയോ കവിതകളല്ല, മറിച്ച് അപ്പർക്കും അതേപോലെ സുന്ദരാമൂർത്തി നയനാർക്കും എല്ലാം തന്നെ ശിവൻ തന്നെ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണ് ഈ പാട്ടുകൾ. ആ പാട്ടുകളെല്ലാം വളരെയേറെ രാഗാത്മകമാണ് താനും. തിരുമന്ദിരത്തിൽ പല പാട്ടുകളും നമ്മൾ പാടിയത് പഴയ എപ്പിസോഡുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിലെല്ലാം തന്നെ ഈ പാട്ടുകൾ ശിവൻ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണത്രേ. അതുപോലെ തന്നെ മാണിക്യവാചകർക്കും ഈ തിരുവാചകം ശിവൻ പറഞ്ഞു കൊടുത്തെഴുതിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ മാണിക്യവാചകരുടെ കഥ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അത് കണ്ടതാണ്. ഈ മാണിക്യവാചകരുടെ കഥയിൽ ശിവപെരുമാനാണ് മാണിക്യവാചകരുടെ കഥയിൽ തിരുവാചകം ശിവഭഗവാനാണ് തില്ലയിൽ ശിവക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശിവനാണ് തിരുവാചകം എഴുതി നമ്മെ അനുഗ്രഹിച്ചത് എന്നുകൂടി ഇവിടെ നാം ഓർക്കുക. പെണ്ണിന് പാതി മെയ്യെ പകുത്ത് നൽകിയ ഈശ്വരൻ, അതായത് പാർവതീദേവിക്ക് പാതി മെയ്യെ പകുത്തു കൊടുത്തവനാണ് ശിവൻ. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ പാർവതീദേവിക്ക് മെയ്യെ പകുതി പകുത്തു കൊടുത്തവനാണ് ശിവൻ എന്ന് പല പല പാടലുകളിലും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ശിവനെ മാത്രമല്ല ശിവൻ്റെ അർത്ഥഭാഗമായ പാർവതീദേവിയെയും ഈ വാക്കുകൾ ഉച്ചരിക്കുന്നതിലൂടെ മാണിക്യവാചകർ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശിവനെ മാത്രമല്ല പാർവതീദേവിയും ശിവശക്തി സ്വരൂപിണിയായ ആ മഹാസ്വരൂപിണിയായ ശിവശക്തി മേളനത്തിൽ നിന്നുണ്ടായ ആ സന്തോഷത്തിൻ്റെ മഹാ ആനന്ദത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ഈ കവിതകളിലെല്ലാം നാം കാണുന്നത്. കണ്ണ് നെറ്റിയിലുള്ളൊരു ഈശ്വരൻ, മൂന്നാം കണ്ണ് തിരുനെറ്റിയിൽ സൂക്ഷിക്കുന്നവൻ, പിന്നെ മധുരയിൽ പുട്ടിന് മൺ ചുമന്നവൻ, മധുരയിൽ പുട്ടിന് മൺ ചുമന്നവൻ എന്ന് പറയുന്ന ആ കഥ നാം തിരുവാചക കർത്താവായ മാണിക്യവാചകരുടെ ജീവിത ചരിത്രത്തിൽ കാണുന്നതാണ്. അതായത് ശിവൻ മധുരയിൽ ഒരു ബാലനായി വന്ന് മണ്ണ് ചുമന്നു എന്നാണ് പറയുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. വൈഗ നദീ തീരത്തിൽ വെള്ളം പൊങ്ങിയപ്പോൾ അവിടെ കരയ്ക്ക് കല്ലും മണ്ണും കടിഞ്ഞ് ആ വെള്ളം അവിടേക്ക് നശിപ്പിച്ചു ആ സ്ഥലം. അങ്ങനെ നശിപ്പിച്ചപ്പോൾ മണ്ണിട്ട് പൊക്കാൻ വേണ്ടിയിട്ട് ആ അയൽവാസികൾക്ക് ഓരോരോ സ്ഥലങ്ങൾ പതിച്ചു കൊടുത്തു, ഓരോരോ ഭാഗങ്ങൾ പതിച്ചു കൊടുത്തു രാജാവ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഭാഗം വൃത്തിയാക്കണം. അങ്ങനെ ഒരു പുട്ട് വിൽക്കുന്ന ഒരു വനിത ഉണ്ടായിരുന്നു. ആ വനിതയ്ക്ക് ജോലിക്കാരെ ആരെയും കിട്ടിയില്ല. അപ്പോൾ അവർ വലിയൊരു ശിവഭക്തയായിരുന്നു. ആ വൃദ്ധ, പുട്ടുണ്ടാക്കുന്ന ആ വൃദ്ധ ശിവനെ പ്രാർത്ഥിച്ചപ്പോൾ ശിവൻ തന്നെ ബാലരൂപത്തിൽ വന്നിട്ട് ഞാൻ ഈ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ജോലി ചെയ്യണം.
അങ്ങനെ രാജാവിൻ്റെ പ്രതിനിധി വന്നപ്പോൾ ഈ ബാലൻ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ നിൽക്കുകയാണ്. അപ്പോൾ രാജാവിൻ്റെ പ്രതിനിധി വന്നിട്ട് ഈ ബാലനെ പുറത്ത് ആഞ്ഞടിച്ചു. അങ്ങനെ പുറത്ത് ആഞ്ഞടിച്ചപ്പോൾ ആ അടി കൊണ്ടത് രാജാവിനാണ്. മാത്രമല്ല അവിടെയുള്ള ജനങ്ങൾക്കും ആ അടി കൊണ്ടു. ഇത് കണ്ട് അത്ഭുതപ്പെട്ടപ്പോഴാണ് അറിയുന്നത് ആ ബാലൻ വേറെ ആരുമായിരുന്നില്ല, ശിവഭഗവാനായിരുന്നു എന്ന്. അങ്ങനെ ആ കഥ നമ്മൾ പെരിയ പുരാണത്തിൽ കണ്ടതാണ്. പെരിയ പുരാണത്തിൽ ആ പുട്ട് വിൽക്കുന്ന സ്ത്രീയുടെ കഥ നാം കണ്ടതാണ്. അതിൽ ഈ ഭാഗങ്ങളെല്ലാം വിശദമാക്കിയിട്ടുണ്ട്. അങ്ങനെ പുട്ടിന് ചുമന്ന് ബാലനായ ശിവൻ, പിന്നെ മന്നൻ്റെ തല്ലുകൊണ്ട്, രാജാവിൻ്റെ തല്ലുകൊണ്ട് ശരീരമാകെ മുറിഞ്ഞ ആ ശിവനെ ഞാനിതാ വാഴ്ത്തുന്നു. അപ്പോൾ രാജാവിൻ്റെ പ്രതിനിധിയാണ് അടിച്ചത്. അത് രാജാവിന് തന്നെ ആ അടി കൊള്ളുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കഥകളെല്ലാം നമ്മൾ പെരിയ പുരാണത്തിലെ ഒരു ഭാഗത്ത് വിശദമാക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാൻ അപേക്ഷ. ഇതാണ് മാണിക്യവാചകരുടെ തിരുവാചകത്തിലെ അടുത്ത പാട്. ഞാൻ അതൊന്നുകൂടെ വായിക്കാം. പണ്ണുകൾ ചേർത്ത് പാട്ട് പടച്ചിടുന്നവനാം പെണ്ണിന് മെയ്യിലൊരു ഭാഗം കൊടുത്തൊരീശൻ, വിണ്ണോളം പുകഴാർന്നോൻ വിൻ മണ്ഡലം വാണവൻ. വിൻമണ്ഡലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശം, ചിതാകാശത്തിൽ വസിക്കുന്ന ശിവഭഗവാൻ. അങ്ങനെ ചിതാകാശത്തിൽ വസിക്കുന്ന ശിവനെയാണ് ഇവിടെ നാം കാണുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് ചിതാകാശം. ചിതാകാശം എന്ന് പറയുന്നത് നമ്മുടെ ശിരസ് തന്നെയാണ്. തിരുമൂലർ പലപ്പോഴും പറയുന്നുണ്ട്, ശിരസ്, കാശി എന്ന് പറയുന്നത് നമ്മുടെ ശിരസ്സാണ്. അതുപോലെ വിയൻ മണ്ഡലം എന്ന് പറയുന്നത്, അതായത് ചിതാകാശവെളി എന്ന് പറയുന്നത് നമ്മുടെ ശിരസ്സാണ്. ആ ശിരസ്സിലാണ് ശിവൻ എപ്പോഴും കുടികൊള്ളുന്നത്. ഇതാണ് മാണിക്യവാചകരുടെ ഈ 2 പാടലുകളിൽ നാം കാണുന്നത്. ഓം ശിവായ നമഃ.